സർ, ഈ യൂറോപ്പിൽ നിന്നും ഒപ്പം തന്നെ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും വികസിത രാജ്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്കുള്ള പണവരവ് ഗണ്യമായി കൂടിയിട്ടുണ്ട്. മുൻപ് നമുക്കറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ ഒരു പ്രതിച്ഛായ മാറിയത് ഈ ഗൾഫ് മണിയുടെ വരവോടെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആകമാനം മാറ്റം വരുന്ന രീതിയിൽ ഈ വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള പണവരവ്, അതിനെ എങ്ങനെയാണ് സർ വിശദീകരിക്കാൻ സാധിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാർച്ചിലെ ബുള്ളറ്റിൻ പുറത്തിറങ്ങി. അതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനം എന്ന് പറയുന്നത് സിക്സ്ത് റൗണ്ട് RBIയുടെ സിക്സ്ത് റൗണ്ട്, ആറാമത്തെ റൗണ്ട് റെമിറ്റൻസ് സർവേയുടെ വിശദാംശങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എഴുതിയ ഒരു ലേഖനമാണ് അതിലുണ്ടായിരുന്നത്. അത് പ്രകാരം ഇന്ത്യയിലേക്കുള്ള റെമിറ്റൻസ് ഗൾഫിൽ നിന്നല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ എത്തുന്നത്. ഇന്ത്യയിലേക്ക് ഇപ്പം ഇൻഡിവിജ്വൽ രാജ്യങ്ങൾ എടുത്താൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് അയക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് അമേരിക്കയാണ്. UAE രണ്ടാം സ്ഥാനത്ത് UAE ആണ്. പക്ഷേ UAE-നെക്കാളും വളരെ മുകളിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയക്കുന്ന റെമിറ്റൻസ്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെമിറ്റൻസ്, ആറാം റൗണ്ട് റെമിറ്റൻസ് സർവേയുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് റെമിറ്റൻസ് എത്തുന്നത് വികസിത രാജ്യങ്ങളിൽ നിന്നായി കഴിഞ്ഞു ഭൂരിഭാഗം, അല്ലാതെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നല്ല. ഇത് വളരെ സുപ്രധാനമായ ഒരു സൂചനയാണ് നൽകുന്നത്. ഈ സൂചന എന്ന് പറയുന്നത് പഴയ കാലത്ത് ബ്ലൂ കോളർ വർക്കേഴ്സ് ആയിരുന്നു ഇന്ത്യയിലേക്ക് റെമിറ്റൻസ് അയച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് കേരളമായിരുന്നു ഒരു കാലത്തെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് വന്നിരുന്നത്. ഇന്ന് കേരളമല്ല, മഹാരാഷ്ട്രയാണ് ഒന്നാം സ്ഥാനത്ത്. കേരളത്തിലേക്ക് ഈ റെമിറ്റൻസ് വന്നത് GCC, ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിൽ നിന്നാണ്. അതായത് UAE, ബഹ്റിൻ, ഖത്തർ, കുവൈത്ത്, ഒമാൻ, സൗദി അറേബ്യ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വന്നത്. അത് തന്നെ UAE ആയിരുന്നു ഇന്ത്യയിലേക്കുള്ള ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് അയച്ചിരുന്നത്. ഇവിടെ നിന്നൊക്കെ ബ്ലൂ കോളർ വർക്ക്, നമുക്കറിയാം, ഗദ്ദാമകളും, അതായത് വീട്ടുജോലിക്കാർ തൊട്ട് കൺസ്ട്രക്ഷൻ ലേബറേഴ്സ് തൊട്ട് അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ മിച്ചം പിടിക്കുന്ന വളരെ ചെറിയ തുകയാണ് ഇന്ത്യയിലേക്ക് റെമിറ്റൻസ് ആയിട്ട് വന്നത്. ഇന്ന് സ്ഥിതി ആകെ മാറിയിരിക്കുന്നു. ഇന്ത്യയിലേക്ക് റെമിറ്റൻസ് വരുന്നത് ബ്ലൂ കോളർ വർക്കേഴ്സ് അല്ല ഭൂരിഭാഗം, വൈറ്റ് കോളർ വർക്കേഴ്സ്, അതുപോലെ ഇൻവെസ്റ്റേഴ്സ്, ഒരു സെമി ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ റെമിറ്റൻസ് ആണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഈ സർവേ പ്രകാരം ഇന്ത്യയിലേക്ക് 2023-24 ഇന്ത്യയിലേക്ക് എത്തിയ റെമിറ്റൻസിൽ 27.7% US-ൽ നിന്നാണ്. രണ്ടാം സ്ഥാനം ഇപ്പോഴും UAE-ക്ക് തന്നെയാണ്. അത് 19.2% ആണ്. ചെറിയ വളർച്ച ഉണ്ടായിട്ടുണ്ട് UAE-യിൽ. അതായത് ഇത് 2020-21 UAE-ൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നത് ടോട്ടൽ റെമിറ്റൻസിന് 18% ആണെങ്കിൽ ഇപ്രാവശ്യം 19%, 23-24. പക്ഷേ US-ൽ നിന്ന് ആ കാലയളവിൽ വന്നത് വെറും അന്ന് 20%, 23% ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 28%-അടുത്തെത്തി 27.7% കൂടി. അപ്പോ പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന റെമിറ്റൻസിന്റെ ഒരളവ് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോ ബ്രിട്ടനിൽ നിന്നും ഈ കഴിഞ്ഞ 23-24 10%, 10.4% എന്തോ ആ ഒരു ലെവലിലേക്ക്, 10.8% എന്ന ഒരു ലെവലിലേക്ക് റെമിറ്റൻസ് എത്തിയിട്ടുണ്ട്. മുൻപ് 20-21 കാലഘട്ടത്തിൽ അത് വെറും 6.8% ആയിരുന്നു. അപ്പൊ ഇതെല്ലാം ചില സൂചനകളാണ്. ഈ റെമിറ്റൻസ് പലപ്പോഴും ഒരു രാഷ്ട്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആൾക്കാർ ഏത് തരത്തിലുള്ളവരായിരിക്കും, അതുപോലെ ആ രാജ്യത്തിന്റെ തന്നെ ഒരു പുരോഗതി, ഇതിന്റെയൊക്കെ വളരെ കൃത്യമായ സൂചകങ്ങളാണ് ഈ റെമിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആൾക്കാരുടെ വിദ്യാഭ്യാസ യോഗ്യത, വളരെയധികം വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ, അതുപോലെ തന്നെ ഉന്നത ജോലികളിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ US-ലെ ഈ കണക്ക് നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടണ്ട. കാരണം US-ലെ പ്രധാനപ്പെട്ട കമ്പനികളുടെ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 24ഓളം കമ്പനികളുടെ CEO-മാര് ഇന്ത്യക്കാരാണ്. ചെറിയ ശമ്പളമല്ല അവർക്ക് കിട്ടുന്നത്. അവരൊക്കെ തന്നെ മില്യൺസ് അല്ല, ബില്യൺ ലെവലിൽ സാലറി, അതുപോലെ മറ്റ് പെർക്സും കിട്ടുന്നവരാണ്. അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ സർവേയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സർവേ പറയുന്നൊന്നുമില്ല. ആരൊക്കെയാണ് ഇതിൽ ഇപ്പൊ ഗൂഗിൾ സുന്ദർ പിച്ചയുണ്ടോ, അതല്ലെങ്കിൽ സത്യനാഥല്ലേ ഉണ്ടോ, അതൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്ക് നിശ്ചയമായിട്ട് ഊഹിക്കാം.
കാരണം ഈ തരത്തിലുള്ള സിഇഒമാര് അവരെ അയക്കുന്ന തുകയെന്ന് പറയുന്നത് ചിലപ്പോ ഗൾഫിലുള്ള ഒരു 25,000 ഇന്ത്യക്കാര് അല്ലെ 50,000 ഇന്ത്യക്കാർ അയക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു തുകയായിരിക്കും അമേരിക്കയിലുള്ള ഒരു എക്സ്പാട്രിയേറ്റ് ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലെവൽ മാത്രമല്ല, ഇപ്പൊ ഞാനിപ്പോ സിഇഒമാരുടെ കാര്യം പറഞ്ഞു, അല്ല ഇപ്പൊ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ അല്ലെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ, അങ്ങനെ രണ്ടാം നിരയിലുള്ള ടോപ്പ് ലെവലിൽ ഒന്നാം സ്ഥാനക്കാരനല്ല, രണ്ടാം ലെവലുള്ള പിന്നെ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടിരിക്കുന്ന വ്യക്തികൾ, അവര് നൂറുകണക്കിന് പേരുണ്ട്, അല്ലെ ആയിരക്കണക്കിന് പേര് കാണും. ഇങ്ങനെ ഉള്ള ഒരു വലിയ വിദ്യാസമ്പന്നരായ വൈറ്റ് കോളർ വർക്കേഴ്സ്, ഇവരാണ് ഇന്ന് ഇന്ത്യയിലേക്ക് ഇവരാണ് ഇന്ത്യയിലേക്ക് പണം ഇന്ന് ഒഴുക്കുന്നത്. അത് മാറുന്ന ഇന്ത്യയുടെ, വികസിക്കുന്ന ഇന്ത്യയുടെ ഒരു സൂചന തന്നെയാണ്. പിന്നെ ഇതിൽ ചിലർക്കൊക്കെ ഒരു അസ്വാസ്ഥ്യം കാണും. കാരണം പണ്ടൊക്കെ ഇവിടെ പലരും ഭീഷണിപ്പെടുത്തുമായിരുന്നു, മോഡി അധികാരത്തിൽ വന്ന ഇന്ത്യക്കാരെ എല്ലാം ഗൾഫിൽ നിന്ന് തിരിച്ചയക്കും, പിന്നെ ഇവിടെ എങ്ങനെ പൈസ വരുമെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ എന്നൊക്കെയുള്ള ചില വെല്ലുവിളികളൊക്കെ നടത്തുന്ന ചിലർ കേരളത്തിലുണ്ടായി. ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഇനി മലയാളികൾ ഒരു ആത്മപരിശോധന നടത്തേണ്ട കാലം അതിക്രമിച്ചു. ഇപ്പൊ റെമിറ്റൻസിൽ ഒന്നാം സ്ഥാനത്ത് കേരളമല്ല, മഹാരാഷ്ട്രയാണ്. ഇടയ്ക്ക് കേരളം വളരെ താഴോട്ട് പോയിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ 23-24 കേരളം വീണ്ടും രണ്ടാം സ്ഥാനത്തെത്തി. പക്ഷേ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒന്നാം സ്ഥാനത്ത്, റെമിറ്റൻസ് ഒന്നാം സ്ഥാനം മഹാരാഷ്ട്രക്കാണ്. അതുപോലെ തന്നെ ഈ സർവേയിൽ കണ്ടെത്തിയ ചില കാര്യങ്ങളിൽ ഈ വലിയ അമേരിക്കയിലെയും UK-യിലെയും ഒക്കെ വലിയ ടോപ്പ് ടയർ ഐവി ലീഗ് എന്ന് പറയുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് മഹാരാഷ്ട്ര, അതുപോലെ തന്നെ തെലങ്കാന, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ളവരാണെന്നാണ് ഈ സർവേ കണ്ടെത്തിയത്. അല്ലാതെ മലയാളികൾ ആ തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മലയാളികൾ കുറവാണ്. മലയാളികൾ ഒരു ആത്മപരിശോധന നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ സർവേയുടെ ഫലം സൂചിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാലാകാലങ്ങളായിട്ട് നമ്മൾ ക്ലെയിം ചെയ്തിരുന്നത് നമ്മളാണ് ഇന്ത്യയുടെ വിദേശ നാണ്യം ശേഖരത്തെ വർദ്ധിപ്പിക്കുന്നതെന്നും അതുപോലെ തന്നെ നമ്മൾ ഒന്നാം സ്ഥാനത്താണെന്നും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏതാണ്ട് 2020 തൊട്ട് പിന്നെ റെമിറ്റൻസ് ഏറ്റവും കൂടുതൽ എത്തുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. ഇപ്രാവശ്യം കേരളം ഇടയ്ക്ക് ഒരു 3-ാം സ്ഥാനമോ 4-ാം സ്ഥാനത്തോട്ട് വരെ പോയി. ഇപ്രാവശ്യം വീണ്ടും 2-ാം സ്ഥാനത്തെത്തി. പക്ഷെ മഹാരാഷ്ട്ര തന്നെയാണ് 1-ാം സ്ഥാനത്ത്. അത് ഒട്ടും സംശയമില്ല. അപ്പോൾ അത് ഒരു വിഷയം. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, വിദേശത്തെ ഏറ്റവും സുപ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവര് അത് മഹാരാഷ്ട്ര, അതുപോലെ തന്നെ തെലങ്കാന, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പൊ നമ്മൾ പല വിഷയങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തലപ്പൊക്കമൊന്നും നമുക്കില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ള ഒരു സൂചന. പിന്നെ ഇത് സൂചിപ്പിക്കുന്ന കുറെ വളരെയധികം കാര്യങ്ങളുണ്ട്. അതായത് പിന്നെ ഇന്ത്യയിലേക്ക് എത്തുന്ന ഈ പറയുന്ന വിദേശ നാണ്യം വലിയ ധനികരായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് എത്തുന്നത് അത് കേരളത്തിലേക്കല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മുഖ്യമായിട്ടും കർണാടകം അല്ലെങ്കിൽ തമിഴ്നാട്, അതുപോലെ തന്നെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇവിടേക്കൊക്കെയാണ്. ഈ ഉന്നതരായ പണക്കാരെത്തുന്ന അവരയക്കുന്ന ഈ തുകകൾ കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ വീട് പണിയാനോ അതല്ലെങ്കിൽ ആ ആഡംബര വസ്തു കൺസ്യൂമർ ഐറ്റംസ് വാങ്ങിക്കാനോ ഒന്നും അല്ല ആ സംസ്ഥാനങ്ങളിൽ ചെലവഴിക്കുന്നത്. കാരണം വലിയ തോതിൽ പണം അയക്കുന്നവർ അത് വ്യവസായങ്ങൾ ഉൾപ്പെടെ ഉള്ളിടത്ത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ വരുന്ന വർഷങ്ങളിൽ അവർ കേരളം പോലുള്ള നമ്മളെ പോലുള്ള ഒരു സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് വളരെയധികം മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ വളർച്ചാ നിരക്കുകളിലൊക്കെ നമ്മൾ വളരെ പിറകോട്ട് പോകാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയാണ് ഈ റെമിറ്റൻസ് സർവേക്കുന്നത്. നമ്മൾ വളരെ കൃത്യമായ ഒരു ആലോചന നടത്തി നമ്മുടെ പിന്നെ സംസ്ഥാനം ഇനി ഭാവിയിൽ എങ്ങനെ മുന്നോട്ട് പോകും, റെമിറ്റൻസ് ആശ്രയിച്ച് ഒരു സമ്പദ്ഘടന നമുക്കിനി എത്ര നാൾ നിലനിൽക്കും, എന്തുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഇപ്പം കേരളത്തിലേക്ക് ഒരു അല്പം ഒന്ന് കുതിച്ചുചാട്ടം ഉണ്ടായിരുന്നു, അത് മറ്റു ചില കാരണങ്ങളാണ്. എന്നേക്കുമായി തിരിച്ചു പോകുന്ന ഒരു സംഘം ആൾക്കാരുണ്ട്, അവര് വരാണ് എന്ന് ചില സൂചനകളുണ്ട്. എന്തായാലും ഈ 6th റൗണ്ട് ഓഫ് റെമിറ്റൻസ് സർവേ നമ്മൾ കൃത്യമായി ഒന്ന് പഠിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും. അപ്പോൾ നമുക്ക് വീണ്ടും ഈ വിഷയം സംസാരിക്കാം. നമസ്തേ.